എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് ഒരു വാഹനം എങ്ങനെ വളരെ എളുപ്പത്തിൽ ഓടിക്കുവാനായിട്ട് സാധിക്കും? എന്നാൽ ഒരുപാട് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരുണ്ട്. എന്നാൽ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വാഹനം വളരെ എളുപ്പത്തിൽ ഓടിക്കാം, അതുപോലെ തന്നെ വാഹനം ഓടിക്കുവാനുള്ള പേടി എങ്ങനെ മാറ്റാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് സ്ത്രീകളായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വണ്ടി പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂടുതലും ഉണ്ടാകുന്നത് വാഹനത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വണ്ടിയെക്കുറിച്ച് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നത്, ബ്രേക്കിന്റെ ഉപയോഗം എന്താണ്, ക്ലച്ചിന്റെ ഉപയോഗം എന്താണ്, സ്റ്റിയറിംഗ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കൊരു വാഹനം നല്ല രീതിയിൽ ഓടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള വാഹനത്തെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളൊരു വാഹനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ വാഹനം ഓടിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് ഗിയർ മാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, സ്റ്റിയറിംഗ് എത്രയധികം തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു ഐഡിയ കിട്ടും. അവർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നിരീക്ഷണം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നിങ്ങൾ കൃത്യമായിട്ടും നിരീക്ഷിക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്? നമുക്ക് നമ്മുടെ ഒരു വാഹനത്തെ പ്രോപ്പറായിട്ട് ഏത് ദിശയിലൂടെ കൊണ്ടുപോകണം, അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമതായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. ചെറുതായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടാനുസരണം സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കിട്ടും. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. എന്നാൽ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. സ്റ്റിയറിംഗ് ഒരുപാട് തിരിക്കണം എന്നുള്ള ചിന്തയിൽ വാഹനം ഓടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരുപാടൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റിയറിംഗ് പരിശീലിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക. ഒരുപാടൊന്നും സ്റ്റിയറിംഗ് തിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടും. എന്നാൽ നല്ല കൊടും വളവുകൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് സ്റ്റിയറിംഗ് നമ്മൾ നല്ല രീതിയിൽ ടേൺ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥകൾ വരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് സ്വയമായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്? വാഹനത്തിന് വേഗത കൂട്ടുവാൻ. ഇനി വേഗത കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്സിലറേറ്ററിൽ നിന്ന് കാലയക്കും. അതുപോലെ തന്നെ വാഹനം സ്ലോ ചെയ്യുവാൻ വേണ്ടി ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാഹനത്തിന്റെ വേഗത കൂട്ടുവാനായിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തിനാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്? വാഹനം സ്ലോ ചെയ്യുവാനായിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും, അപ്പം വാഹനം നിർത്തുമ്പോൾ ബ്രേക്ക് വേണ്ടേ? വാഹനം നിർത്തുമ്പോൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ഉപയോഗിക്കുന്നു. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാകുക. അപ്പോൾ വീണ്ടും മറ്റൊരു സംശയം, ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വാഹനം നിൽക്കത്തില്ലേ? അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, വാഹനം ഏതെങ്കിലും ഒരു ഗിയറിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ബ്രേക്കിന്റെ കൂടെ ക്ലച്ചും കൂടെ ചവിട്ടിയെങ്കിൽ മാത്രമേ വാഹനം നിൽക്കൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ വീണ്ടും ഒരു സംശയം, എന്തിനാണ് ഗിയർ ഉപയോഗിക്കുന്നത്? ഗിയർ ഉപയോഗിക്കുന്നത് വാഹനത്തിനെ വ്യത്യസ്ത വേഗത്തിൽ നമുക്ക് ഓടിക്കുവാനായിട്ടാണ് ഗിയർ ഉപയോഗിക്കുന്നത്. ഒരു വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. പിന്നീട് നമ്മൾ മറ്റോരോ ഗിയറുകളും ഇട്ട് കൊടുക്കുന്നു. സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ വാഹനത്തിന് വ്യത്യസ്ത വേഗത്തിൽ നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഗിയറിന്റെ സഹായം അനിവാര്യമാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങനെ വ്യത്യസ്ത വേഗത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഫസ്റ്റ് ഗിയറിലിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് വാഹനം പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് മാത്രം അമർത്തിയാൽ ഓൾറെഡി വാഹനം ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട്, വാഹനം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് ബ്രേക്ക് മാത്രം അമർത്തിയാൽ വാഹനം ഓഫായി പോകും. അപ്പോൾ നമ്മൾ വാഹനം നിർത്തുവാനായിട്ട് ബ്രേക്കിനോടൊപ്പം തന്നെ ക്ലച്ചും കൂടെ അമർത്തിയാൽ ഓൾറെഡി വാഹനത്തിന്റെ ഗിയറിൽ നിന്നുള്ള പിടുത്തം മാറി വാഹനം ഫ്രീ ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ വാഹനം ഓഫ് ആകാതെ തന്നെ നമുക്ക് വാഹനത്തെ നിർത്തുവാനായിട്ട് സാധിക്കും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയയാണ്. എന്തിനാണ് നമ്മൾ ഇത്രയധികം ഗിയറുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. നമുക്കൊരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പവർ ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. ഇത്രയൊരു പവർ മറ്റൊരു ഗിയറിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. പിന്നീടുള്ള ഓരോ ഗിയറുകളും വാഹനത്തിന് റൺ ചെയ്ത്, അതായത് വാഹനത്തിന് മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. നമുക്കൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറും പിന്നീട് വാഹനം റൺ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഗിയറും, അതായത് വാഹനത്തിന്റെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ടാണ് പിന്നീട് ഓരോ ഗിയറുകളും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഗിയർ തൊട്ട് 5th ഗിയർ വരെ ഗിയർ ഇടും. ഇനി റോഡ് നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, റോഡ് കയറ്റമാണ് വരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഗിയർ 5th ഗിയറിൽ നിന്ന് 4th ഗിയർ ഇട്ട് കൊടുക്കും, 4th നിന്ന് 3rd ഇട്ട് കൊടുക്കും, 3rd നിന്ന് 2nd, 1st ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് വാഹനം വീണ്ടും ഒരു കയറ്റത്തോട് സമീപിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു കാര്യം, സ്ത്രീകൾ പൊതുവെ വാഹനം ഓടിക്കുവാൻ എളുപ്പത്തിൽ പഠിക്കാത്തതിന്റെ മറ്റൊരു കാര്യം, വണ്ടി പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുവാനായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പല സ്ത്രീകൾക്കുമുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റാൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ വണ്ടി ഓടിക്കാൻ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി വണ്ടി ഓടിക്കുവാനുള്ള പേടി എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വണ്ടി ഓടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു പേടി മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ തുടക്കത്തിലൊന്നും മെയിൻ റോഡിലൊന്നും പോയി വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. തിരക്കില്ലാത്ത സാഹചര്യങ്ങളിലൂടെ വാഹനം ഓടിച്ച് പരിശീലിക്കുക. നിരന്തരമായിട്ട് നിങ്ങൾ അത് പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ പേടി മാറ്റുവാനായിട്ട് സാധിക്കും. ഇനി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, വണ്ടി മുന്നോട്ട് ഓടിക്കുവാനായിട്ട് സ്ത്രീകൾക്കറിയാം, എന്നാൽ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയില്ലായ്മ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാഹനം മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ ഒരു വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കും. ഇത് തന്നെ നമ്മൾ വാഹനം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ കൊടുത്ത് നമ്മൾ വാഹനം പുറകോട്ട് എടുക്കുമ്പോൾ വാഹനത്തിന്റെ ബാക്ക് എങ്ങോട്ട് പോകും എന്ന് നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഉറപ്പായിട്ടും നമ്മളുടെ വാഹനത്തിന്റെ ബാക്ക് ഇടത്ത് വശത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടത്ത് വശത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ വാഹനത്തിന്റെ ടയറിന്റെ മുൻവശം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്തിരിക്കും. അപ്പൊ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ വാഹനത്തിന്റെ ബാക്ക് ഇടത്ത് വശത്തേക്കാണ് കൃത്യമായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ മുൻവശം റൈറ്റ് സൈഡിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ വാഹനം നമുക്ക് വലത്തോട്ടാണ് തിരിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു വാഹനം മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു വാഹനം വലത്തോട്ട് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് നമ്മൾ കൃത്യമായിട്ടും വലത്ത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കും. നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ബാക്കും വലത്തോട്ടാണ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ കൊടുക്കുക, സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും വലത്തോട്ട് തിരിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ വണ്ടിയുടെ മുൻവശം ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പിന്നീട് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഉണ്ടാകും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ചില അറിവുകൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും നിരീക്ഷിക്കുക. അതുപോലെ തന്നെ വാഹനം ഓടിക്കുവാനുള്ള പേടി നിങ്ങളിലുണ്ടെങ്കിൽ
വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ ആ ഒരു പേടി നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കൂ. മറ്റൊരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ വാഹനം ഓടിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. തീർച്ചയായിട്ടും മറ്റൊരാൾ നമ്മളുടെ വാഹനത്തിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വാഹനം ഓടിക്കാൻ പഠിക്കുന്നു എന്നൊരു കാര്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.